ആണോ? നമ്മുടെ ടീഷർട്ടും എല്ലാം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 2 കിലോ 185 ഗ്രാമാണ്. 2 പാൻറ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൂന്നൂരിലെ അതിസുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി. ഊട്ടി ട്രിപ്പ് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അമ്മച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം കൂന്നൂരാണ് ഞങ്ങൾക്ക് ഊട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് കരുതുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് കോത്തഗിരി ചെന്നിട്ടാണ് കേട്ടോ. കോത്തഗിരി, അതായത് നമ്മൾ കയറി വരുമ്പോൾ മേട്ടുപ്പാളയത്ത് നിന്ന് കൂന്നൂർ വന്ന് ഊട്ടിക്ക് പോകാം. തിരിച്ചു പോകുമ്പോൾ കൂന്നൂരിൽ നിന്ന് നമുക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോത്തഗിരി ചെന്നിട്ട് നമുക്ക് മേട്ടുപ്പാളയം പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റൂട്ടാണ്. അപ്പം നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മച്ചിക്കും ടീനാമയ്ക്കും ഒപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ പോകുന്ന വഴി മൊത്തം പശുക്കളാണ് കേട്ടോ. പശുക്കളാണ്. എപ്പോഴാണ് വഴിയിലോട്ട് ചാടുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നോക്കി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മൾ കൂന്നൂരിലെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കൂന്നൂരിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഊട്ടി വീഡിയോസിന് ഫുള്ള് നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർ കാണുക. അപ്പോൾ നമ്മൾ കൂന്നൂരിൽ നിന്ന് ആദ്യം നമ്മൾ കോത്തഗിരി വരും. കോത്തഗിരിയിൽ നിന്നാണ് നമ്മൾ മേട്ടുപ്പാളയം പോകുന്നത്. കോത്തഗിരിയിൽ നിന്ന് മേട്ടുപ്പാളയം പോകുന്ന ആ റൂട്ടാണ് ഏറ്റവും ഭംഗി. അപ്പം നമുക്ക് ഊട്ടിയിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോട്ടയം എറണാകുളം സൈഡിലേക്കൊക്കെ പോകുന്നവർ തന്നെ ഈ റൂട്ടിലാണ് പോകുന്നത്. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണ് ശരിക്കും ഗൂഡല്ലൂരെല്ലാം കൂടി പോകുന്നത്. ഗൂഡല്ലൂർ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഇവിടുന്ന് മുതുമല ടൈഗർ റിസർവിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി വരെയുള്ള ഗൂഡല്ലൂർ കൂടിയുള്ള യാത്രയും ഭയങ്കര ഭംഗിയുള്ളൊരു യാത്ര തന്നെയാണ്. മരം കണ്ടാ പറ്റി ഇതുണ്ടോ? ഇതുണ്ടോ? കുനുകുനാന്നിരിക്കുന്നല്ലേ? സത്യം. കോത്തഗിരിയിൽ നിന്ന് നമ്മൾ മേട്ടുപ്പാളയം പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ നല്ല വളവാണ്. അപ്പം ചുരം ഇറങ്ങി വരുമ്പോൾ അതേണ്ട മുമ്പിൽ ബ്ലോക്കായിരുന്നു. എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ കാണാം. ഒരു ആക്സിഡൻ്റ് ആണ് കേട്ടോ. ആക്സിഡൻറ്റ്. ടെമ്പോ ട്രാവൽ മറിഞ്ഞ് കിടക്കുന്നു. ഒരു ഇഞ്ചാമോ നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട്. കോത്തഗിരിയിൽ നിന്ന് ശരിക്കും മേട്ടുപ്പാളയം വരുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് വളവാണ്. അപ്പോൾ നമ്മൾ എന്നാ പറയുക, ഡ്രൈവർ എന്ന് പറഞ്ഞവൻ വളവ് തിരിച്ച് അവൻ്റെ പരിപ്പിളകും. അപ്പോൾ നല്ല കാഴ്ചയാണ്. ചുരമൊക്കെ ഇറങ്ങി വരുമ്പോൾ രണ്ട് സൈഡിലും തേയിലക്കാടുകളും മലനിരകളും ഒക്കെയാണ്. നല്ല കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മേട്ടുപ്പാളയത്തിലേക്ക്. ഓടിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ മേട്ടുപ്പാളയം വ്യൂ പോയിന്റ് ആണ് കണ്ടത്. അതാണ്ട് ടീനാമെ കുരങ്ങൻ പിടിച്ചിരിക്കുകയാണ്. കുരങ്ങൻ ഓടിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. കുരങ്ങൻ വന്ന് പിടിച്ച്. അപ്പോൾ അതാണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് കിട്ടും. നമ്മൾ കോത്തഗിരിയിൽ നിന്ന് നമ്മൾ മേട്ടുപ്പാളയം വരുന്ന വഴിക്കാണ് ഈ വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഊട്ടി യാത്രയിൽ നമ്മുടെ ഹീറോ നമ്മുടെ കുഞ്ഞപ്പൻ തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് കുഞ്ഞ് കാറ് കൊണ്ടൊക്കെ ഇത്രയും ദൂരം പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പോകാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോത്തഗിരിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കുള്ള ഒരു റോഡിലേക്ക് നല്ല നേരെ കിടക്കുന്ന റോഡാണ്. അടിപൊളി റോഡാണ്. വളവ് തിരിച്ച് നമ്മുടെ ഊപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളി വ്യൂ ആണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ടെമ്പോ ട്രാവൽ മറിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഡ്രൈവ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. പിന്നെ ഇത് സൂപ്പറാട്ടോ. നമ്മളെങ്ങ് ഇറങ്ങി വരുമ്പോഴേക്കും ഒരു നേരെ കിടക്കുന്ന റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ നിന്ന് പാലക്കാട് തൃശ്ശൂർ, പിന്നെ കോട്ടയം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന്
കൂണൂർ കൂടി ഊട്ടിക്ക് പോയി തിരിച്ച് നമ്മൾ കോട്ടഗിരി വഴി മേട്ടുപ്പാളയം വന്നിരിക്കുകയാണ്. അപ്പം 2 റൂട്ട് നമ്മളപ്പോൾ ട്രൈ ചെയ്തിരിക്കുകയാണ്. മേട്ടുപ്പാളയം ഇത് നമ്മേ ചോളം തൂത്ത് നിൽക്കുന്നു. ചോളം അമ്മച്ചി, നമ്മുടെ ഇടതുവശത്ത് മുകളിൽ ചോളകൃഷിയാണ്. വലതുവശത്ത് കോയമ്പത്തൂർ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. 6 ടീഷർട്ട് 1000 രൂപ അങ്ങനത്തെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി. അവിടെ നമുക്ക് വലിയ ടീഷർട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേണ്ടേ കോയമ്പത്തൂർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പാലക്കാട് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കട കണ്ടു, തൂക്കിയുള്ള വിൽപ്പന. അതായത് നമ്മുടെ ടീഷർട്ട്, പാൻറ്, ടോപ്പ് എല്ലാ സാധനങ്ങളും തൂക്കി കൊടുക്കുന്നു. 1 കിലോയ്ക്ക് 550 രൂപ ഉള്ളൂ. 1 കിലോ എന്ന് പറഞ്ഞാൽ 7-8 ടീഷർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുവാണ്. കോയമ്പത്തൂർ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പാലക്കാടിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന കടയിൽ തന്നെ നിർത്തണം എന്ന് നിർബന്ധമില്ല, ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തി മേടിക്കാം. ഇത് തന്നെ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുപ്പൂർ പോയാൽ മതി. ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ കൂട്ടിയിട്ട് വിൽക്കുകയൊന്നുമല്ല. സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് നമുക്കൊരു കൗതുകമാണ്. ഇവിടുത്തെ രീതി എന്നാന്ന് വെച്ചാൽ നമുക്ക് ബനിയനോ ടീഷർട്ടോ പിള്ളേരുടെ ഉടുപ്പോ എന്ത് വേണേലും എടുക്കാം. അത് തൂക്കുന്നു, ആ തൂക്കത്തിനൊരു റേറ്റ്. 1 കിലോയ്ക്ക് 550 രൂപ അങ്ങനെയാണ് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പാലക്കാട് വരുന്ന വഴിക്ക് മധുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും, തൂക്കി കൊടുക്കുന്നെന്ന് പറയും. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അപ്പോൾ വരുന്നവർക്ക് കയറി അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാം. കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ കുറേ സാധനം തൂക്കി മേടിച്ചിട്ട് പോകും. ഇതൊരു രസമാണ് കേട്ടോ, തൂക്കി മേടിക്കുക. തുണി ചേച്ചി 1 കിലോ തുണി എന്നൊക്കെ പറയുമ്പോൾ രസമാണ്. കസ്റ്റമർ ഈസ് എ കിങ് നെവർ ബാർഗൻസ്. അതായത് ഇവിടെ വില പേശാൻ പാടില്ലെന്ന്. ഞങ്ങളെ രാജാവല്ല, ഞങ്ങളെ സേവകൻ ആണോ? വാവ്. അപ്പോൾ നമ്മൾ ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ ടീഷർട്ടും എല്ലാം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 2 കിലോ 185 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ 1200 രൂപയ്ക്ക് ഏകദേശം ഒരു 10, 12, 15, ഒരു 13 ടീഷർട്ടും 2 പാൻറ്റുമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ട്രാക്ക് സൂട്ട് പോലത്തെ പാൻറ്റ്. അപ്പോൾ 1200 രൂപ അല്ലേ? എങ്ങനെയുണ്ട്? 1200 രൂപയ്ക്ക് 12 ടീഷർട്ട്, 2 പാൻറ്റ്. പിന്നെ എന്നാ വേണം അല്ലേ? ടോപ്പ് തീർന്നു പോയല്ലേ? ഏതായാലും കൊള്ളാം. ഇതൊരു ആഗ്രഹമായിരുന്നു, അതൊക്കെ സാധിച്ചു. ഫ്രണ്ട്സ്, ഈ പുറകെ കാണുന്നൊരു ഓട്ടോയാണ് കേട്ടോ. ഓട്ടോ പടല കയറി കിടക്കുന്നതാണ്. നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കൗതുകരമായ ചില കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പടല കയറി കിടക്കുന്നൊരു ഓട്ടോ, ഒരു ആനക്കുട്ടി പോലെ. അപ്പോൾ നമ്മൾ നേരെ പാലക്കാടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാപ്പ് കുടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുതിരാൻതുരങ്കം എല്ലാം കയറി മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പം ഏകദേശം ലേറ്റായി. നമ്മൾ ഇടയ്ക്ക് കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു കാപ്പ് കുടിച്ചു. നേരെ നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തുമായിരിക്കും. അതാണ് ഏകദേശം നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് ടൈം. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാഴ്ചകളൊന്നും സമ്മാനിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ ഊട്ടി യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നമുക്ക് എഴുതി അറിയിക്കുക. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്ര നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. കുഞ്ഞു പരിമിതികളും തെറ്റുപറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാം ക്ഷമിച്ച് വളരെ ഭംഗിയായിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.